കേരളത്തിൽ വ്യാപകമായി മതം മാറ്റവും അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ചവരെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തപ്പോൾ കേരളം ഇങ്ങനെയാണെങ്കിൽ കേരളമെന്നായിട്ടില്ല, മലബാർ ഭാഗത്ത് നടന്ന ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എന്താ നിങ്ങളുടെ സ്ഥലം ഒരു പ്രാന്താലയമാണോ എന്ന് ചോദിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ പ്രാന്താലയമാണോ എന്ന് ചോദിച്ച സ്വാമി വിവേകാനന്ദനെ നാം പഠിക്കുന്നത് വിപ്ലവകാരിയായിട്ടോ നവോത്ഥാന നായകനായിട്ടോ ഒക്കെയാണ്. എന്നാൽ സ്വാമിജി ലോകത്തിന് പകർന്നു നൽകിയത് മറ്റൊരു തലം കൂടിയുണ്ട്. ഒരു മനുഷ്യന് എങ്ങനെയാണ് ആത്മീയ ജ്ഞാനത്തിലേക്ക് പോകാൻ കഴിയുക, ആത്മബോധത്തിലേക്കും ആത്മീയ ജ്ഞാനത്തിലേക്കും പോകാൻ കഴിയുന്നതിന് നിരവധി വഴികളുണ്ടെന്നും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും എത്തുന്നത് സാഗരത്തിൽ തന്നെയെന്നും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും എത്തുന്നത് ആകാശത്തിൽ തന്നെയാണെന്നും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും എത്തുന്നത് മഹാപ്രപഞ്ചത്തിൽ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ വഴികൾ മാനവരാശിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വഴികളും പരസ്പര പൂരിതവും പരസ്പര ബന്ധിതവുമാണെന്ന് പറയുമ്പോൾ തന്നെ മാനവരാശിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ എടുക്കുവാനും അതിൻ്റെ ഭാഗമാകുവാനും കഴിയും. 4 തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും സ്വാമിജി പറയുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായമനുസരിച്ച് കർമ്മയോഗം, എന്തൊക്കെയാണ് കർമ്മങ്ങൾ? കർമ്മയോഗം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും പ്രവൃത്തി ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. കർമ്മയോഗത്തിന് വലിയ സാധ്യതകളുണ്ട്. നിഷ്കാമ കർമ്മം ഉൾപ്പെടെയുള്ള കർമ്മയോഗത്തിൻ്റെ സാധ്യതകൾ വലിയ രൂപത്തിൽ പറയുന്നുണ്ട്. അത് തന്നെയല്ലേ ഭൗതിക ലോകത്തും നാം പറഞ്ഞ് പ്രചരിപ്പിച്ചൊക്കെ പോകുന്നത്. അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച് വളരെ കൃത്യമായി വിവേകാനന്ദ സ്വാമിജികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്തിയോഗം, ഭക്തിമാർഗം, ഭക്തിയുടെ മാർഗത്തിൽ പോകേണ്ടതിൻ്റെ കാര്യങ്ങൾ, ആരാധനയുടെ മാർഗത്തിൽ, പ്രാർത്ഥനയുടെ മാർഗത്തിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക, എങ്ങനെയാണ് ഈ പ്രപഞ്ച സ്വത്വമായി ചേരാൻ കഴിയുക, എന്നെ എങ്ങനെയാണ് തിരിച്ചറിയുക, എന്നിലെ ബോധത്തെ എങ്ങനെയാണ് തിരിച്ചറിയുക, എന്നിലെ ആത്മാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്തിയോഗത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ജ്ഞാനയോഗം. ജ്ഞാനയോഗത്തെക്കുറിച്ച് ജ്ഞാനമറിഞ്ഞാൽ മതി, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രപഞ്ച ശക്തികളെക്കുറിച്ചുള്ള മാനവൻ എന്നതിനപ്പുറമുള്ള ജ്ഞാനം മനസ്സിലാക്കുക, ജ്ഞാനയോഗത്തെക്കുറിച്ചും പറഞ്ഞു. അതുപോലെ പറഞ്ഞു രാജയോഗം, രാജയോഗത്തെക്കുറിച്ചും പറഞ്ഞു. സാധനയുടെ, യോഗയുടെ, സമാധിയുടെ ഒരുപാട് രൂപങ്ങൾ പറയുന്ന, ധ്യാനത്തിൻ്റെയൊക്കെ കഥകൾ പറയുന്ന രാജയോഗത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും രാജയോഗവും എല്ലാം ചേർത്തുകൊണ്ട് മനുഷ്യർക്ക് വിവിധ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഈ പാതയിലേക്ക് എത്താൻ കഴിയും. അതിനാദ്യ പടിയാണ്, പ്രാഥമിക പടിയാണ് ഭക്തി എന്നുള്ളത്. അങ്ങനെ പ്രാഥമിക പടിയായിട്ടുള്ള ഭക്തിയോഗത്തെക്കുറിച്ച് നോക്കിയിട്ട് ഇവിടുത്തെ മാനവരാശിയിൽപ്പെട്ട കുറച്ചുപേരെങ്കിലും, മനുഷ്യരിൽപ്പെട്ട കുറച്ചുപേരെങ്കിലും യുക്തിവാദികളെന്നും ശാസ്ത്രവാദികളെന്നും ശാസ്ത്രപ്രചാരകരെന്നും ഒക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. വിഗ്രഹമുണ്ടോ, വിഗ്രഹത്തിൽ എവിടെയാണ് ദൈവം ഇരിക്കുന്നത്, ദൈവം എവിടെ ഇരിക്കുന്നു, ഒരു വസ്തുവാണോ, ഒരാളാണോ, അങ്ങനെ ഒരാളില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഭക്തിമാർഗം എന്ന് പറയുന്നത് പ്രാഥമിക പടിയാണ്, LKG ആണ്, അംഗൻവാടിയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാത്വികനായി എല്ലാവിധ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച്, കുടുംബജീവിതം മാറ്റിവെച്ച്, വ്യക്തിജീവിതം മാറ്റിവെച്ച്, തൊഴിൽ ജീവിതം മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ച് ഈ സാത്വികതയും അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ പല കാരണങ്ങളാൽ കഴിയില്ല. അങ്ങനെ ഉയർന്ന ജീവനുകളായി മാറുന്നതിന് കുറേയധികം സമയമെടുക്കും. അതുവരെ അവർക്ക് ബലം പിടിക്കുന്നതിന് വേണ്ടി, അവർക്ക് ബലം കിട്ടുന്നതിന് വേണ്ടി, അവർക്ക് ആത്മവിശ്വാസം കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നതിൽ തെറ്റില്ല എന്ന് സ്വാമിജിയെ പോലുള്ള ആളുകൾ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിമാർഗത്തിലൂടെ പോകാൻ കഴിയും. അതുപോലെ തന്നെ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്, പുനർജന്മം, മോക്ഷം തുടങ്ങിയിട്ടുള്ള എത്ര കാര്യങ്ങൾ, എത്ര കാഴ്ചപ്പാടുകൾ, എത്ര തത്വശാസ്ത്രങ്ങൾ, ഇതെല്ലാം പറയുന്നത് നാം കേവലം അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരമെന്നും ഒക്കെ പറഞ്ഞ് തള്ളുന്നതിനപ്പുറം ഇതൊന്ന് പഠിക്കാൻ, ഇതിലൊന്ന് മനസ്സർപ്പിക്കാൻ നമ്മളാരും പലപ്പോഴും തയ്യാറില്ല. ഇത്തരം കാര്യങ്ങൾ വിമർശിക്കുന്നവർ ഒരു കാരണവശാലും പാൽപ്പായസം കുടിക്കാതെ മനപ്പായസത്തിലൂടെ പാൽപ്പായസത്തിന്റെ മധുരം പറയുന്നവരാണ്. പാൽപ്പായസം അയ്യോ പായസം മോശമാണ്, നല്ലതല്ല, രുചിയില്ല എന്ന് പറയുന്നത് മനപ്പായസം ഉണ്ടിട്ടാണ്, പാൽപ്പായസം കുടിച്ചിട്ടല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തിൻ്റെ മതങ്ങളുടെ മാതാവായ എല്ലാ മതങ്ങളെയും തുല്യമായി കരുതുന്ന മോചനത്തിൻ്റെ മാർഗമായിട്ടുള്ള ഹിന്ദു മതത്തെക്കുറിച്ച് വലിയ വാചാലമായിട്ടാണ് സ്വാമിജി പറയുന്നത്. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് പറഞ്ഞു തരുന്ന 4 മാർഗങ്ങളും തീർച്ചയായും നാം പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ, ചിന്താധാരകളിലൂടെ മനുഷ്യർക്ക് ഭക്തിമാർഗത്തിലൂടെ ആയാലും, കർമ്മമാർഗത്തിലൂടെ ആയാലും, ജ്ഞാനമാർഗത്തിലൂടെ ആയാലും, രാജയോഗ മാർഗത്തിലൂടെ ആയാലും മാനവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഓരോ പടിയും കടന്ന്
ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുമായി പ്രപഞ്ചത്തിൻ്റെ ചിന്താധാരയുമായി മനുഷ്യർ മാറുമ്പോഴാണ് അവരിലെ മാനവൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് ഉയരാൻ കഴിയുന്നത്. കേവലമായ മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്കപ്പുറം തീർച്ചയായും മനുഷ്യനെന്ന ആ ഒരു വലിയ ഒരു അത്ഭുതമാണ്. സ്വാമിജിയെ സംബന്ധിച്ച് മനുഷ്യനൊരു അത്ഭുത ജീവിയാണ്. അത്ഭുതമെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന അർത്ഥത്തിലല്ല, ഈ പ്രപഞ്ചത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ജീവനാണ്, അല്ലെങ്കിൽ ജീവനുകളാണ് മനുഷ്യർ. അവർ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ടൊരു സ്വർഗത്തിന് വേണ്ടി നിങ്ങളാരും, നരകത്തിനോ സ്വർഗത്തിനു വേണ്ടി നിങ്ങളാരും പാടുപെടണ്ട. ഈ ഭൂമിയിൽ തന്നെ നിങ്ങളുടെ എല്ലാ ആനന്ദവും സന്തോഷവും കണ്ടെത്തിക്കൊള്ളൂ. പക്ഷെ അതിൻ്റെതായ രീതികളുണ്ട്, മാർഗങ്ങളുണ്ട്, ചിന്തകളുണ്ട്. ആ തരത്തിൽ മാനവരാശിയുടെ മോചനം നേടുന്നതിന് വേണ്ടി മാനവരാശിയുടെ ചിന്താമണ്ഡലത്തിൽ, നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിൽ വ്യത്യസ്തങ്ങളായ തലങ്ങൾ ഉണ്ടെന്നും അത് ഹിന്ദുമതത്തിൻ്റെ ഒരു സൗന്ദര്യമാണെന്നും ആ മനോഹാരിത ആസ്വദിക്കേണ്ടതാണെന്നും അത് പറഞ്ഞോ വായിച്ചോ കണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലെന്നും അത് അനുഭവിച്ചറിയേണ്ടതാണെന്നും നിർഭാഗ്യവശാൽ നമ്മുടെ യുക്തിവാദികളും ശാസ്ത്രപ്രചാരകരും എല്ലാവരും, ഞാൻ നേരത്തെ പാൽപ്പായസത്തിൻ്റെ കഥ പറഞ്ഞ പോലെ, അനുഭവിച്ചറിയാൻ അന്വേഷകരല്ല. അവരാരും ഒരു നിമിഷം പോലും ധ്യാനത്തിലിരിക്കുവാനോ ഒരു നിമിഷം പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നും തയ്യാറാകാതെ വളരെ ഗൗരവമായി തള്ളിപ്പറയുവാനാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, നിങ്ങളിത് മനസ്സിലാക്കൂ, നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കൂ, ഇതിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങൂ. നിങ്ങളിതിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഇതിൽ ഓരോ രത്നങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ പവിഴങ്ങൾ മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത് മറ്റൊരു തലമാണ്. ഇത് ആത്മാവിൻ്റെയും ആത്മീയതയുടെയും മാനസിക തലമാണ്, മറ്റൊരു രീതിയാണ്. ഈ രീതി നിങ്ങൾ പഠിച്ചാൽ, ഈ രീതിയിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മഹാസാഗരം കാണുന്നത് പോലെയാണ്. ഒരാൾ കടൽ കാണാൻ പോയാൽ കടലിൻ്റെ പരപ്പ് കാണുന്നവരുണ്ട്, അതിൻ്റെ ആഴം കാണുന്നവരുണ്ട്, മത്സ്യങ്ങളെ കാണുന്നവരുണ്ട്, അതിൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. പല രൂപത്തിലാണ് കടൽ കാണുന്നത്. അങ്ങനെ കടൽ കാണുന്ന ആളുകളെപ്പോലെ കരയിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ട് വരാതെ സാഗരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും എല്ലാ രത്നങ്ങളെയും തിരിച്ചറിയണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ നമ്മോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യർ എന്നുള്ള നിലയിൽ നിന്ന് മാറി മാനവമോചനത്തിൻ്റെ പുതിയ തലങ്ങൾ തേടി നമുക്ക് വളരെ ഗൗരവമായി ആത്മീയതയുടെയും ആത്മജ്ഞാനത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും പുതിയ അറിവുകൾ നമുക്ക് തന്നെ അനുഭവവേദ്യമാകും.